പറഞ്ഞില്ലേ നമ്മുടെ കലാപ്രതിഭകളെ നമുക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അലി അക്ബർ ഷാ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇരിപ്പില്ല, പക്ഷേ അലി അക്ബർ ഷായുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അത് പ്രേക്ഷകരോട് നമ്മൾ പറയാൻ പോവുകയാണ്. വെൽക്കമിംഗ് അലി അക്ബർ ഷാ ഓൺ ടു ദ സ്റ്റേജ്. അലി അക്ബർ ഷായുടെ ഐറ്റം എന്ന് പറയുന്നത് ഈ കലോത്സവത്തിൽ മിമിക്രിയാണ്. അതിൽ തന്നെ മാസ്റ്റർ പീസ് ആയിട്ട് അലി അവതരിപ്പിക്കുക ഓലമടൽ താഴെ വീഴുന്ന ശബ്ദമാണ്. അപ്പോ അലി അക്ബർ ഷായുടെ ആ ഒരു ഐറ്റം നമുക്ക് ഉടൻ തന്നെ കാണാം. അടുത്തതായി വി എസ് രഞ്ജിത്ത് പ്ലീസ്. ത്തിന്റെ ഐറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അറിയാമോ? എനിക്ക് അല്ല, വി എസ് രഞ്ജിത്തിന്റെ ആർക്കും അറിയാത്ത ഒരു കഴിവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വി എസ് രഞ്ജിത്ത് അല്ല, നാടോടി നൃത്തം. നാടോടി നൃത്തം അപ്പോ ഒറ്റക്കാലിൽ ചാടുന്ന വി എസ് രഞ്ജിത്തിന്റെ ആ ഒരു മാസ്റ്റർ പീസ് പെർഫോമൻസ് രഞ്ജിത്ത് നിങ്ങൾക്കായിട്ട് നാടോടി രഞ്ജിത്ത്. അടുത്തതായി എല്ലാവർക്കും ഉണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നു റിനു ശ്രീധർ ഫ്രം തിരുവനന്തപുരം. റിനു ശ്രീധറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹീറോ എന്ന് പറയുന്നത് മൈമാണ്. അതായത് മൗനാനുവാദം പോലും സ്വപ്നങ്ങളിൽ മാത്രമേ റിനു കൊടുക്കുകയുള്ളൂ. റിനു മൈം ആർട്ടിസ്റ്റ്. റിനു മൈമിലായിരിക്കും പങ്കെടുക്കുക. അടുത്തതായി ദിലീപ് ദേവസ്യയുടേത് എന്താണെന്ന് അറിയാമോ? മോണോ ആക്ട്, ആർക്കും ഒന്നും മനസ്സിലാവില്ല. ദിലീപ് ദേവസ്യ. അടുത്തത് ടി വി പ്രസാദിന്റെ ഐറ്റം എന്തായിരിക്കും? പ്രസാദിന്റെ ഐറ്റം എന്തായിരിക്കും? പ്രസാദം കൊടുക്കുന്നതായിരിക്കും. അല്ല, പ്രസാദിന്റെ ഐറ്റം എന്ന് പറയുന്നത് പ്രസംഗ മത്സരമാണ്. അല്ല, വെറും പ്രസംഗമല്ല റോഷ്നി, കഥാപ്രസംഗമല്ല, അധിക പ്രസംഗം. കലാകാരനല്ല ഞാൻ, കേവലം കൊച്ചു വിദ്യാർത്ഥി. അടുത്തതായി നമുക്ക് വരാൻ പോകുന്നത് കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. റോഷ്നി രാജൻ, സുനിഷ അയ്യല്ലൂർ, ആമിന, അഞ്ജലി ശ്രീനാരായൺ. സംഘഗാനം. ഒരു പാട്ട്. നിന്റെ കൂടെ പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. വൃന്ദാവനത്തിലെ എന്നെയും കൂടുന്നു. അപ്പോൾ നമ്മുടെ സംഗീതം പഠിക്കാൻ സിംഹത്തിന്റെ വടയിൽ പോയ കുഞ്ഞുങ്ങളെ കണ്ടല്ലോ. ആ സിംഹമാണ് ദായിരിക്കുന്ന ടി വി പ്രസാദ്. റഹീസ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് റഹീസിനെ നമ്മൾ മറ്റൊരു കളിക്കാണ് ഇത്തവണ കലോത്സവത്തിൽ ഇറക്കുന്നത്. പ്രാക്ടീസ് കുറവാണ് റഹീസിനൊപ്പം ഷഹബാസ് ഉണ്ട്, അരുൺ സോളമൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ആദിൽ പാലോടും സംഘവും പരിചമുട്ടിൽ വിദഗ്ധരാണ്. ഏതടിയും പ്രതിരോധിക്കും. പരിചമുട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കലാകാരന്മാർ. ഈ കലാകാരന്മാരെ കുറിച്ചൊക്കെയുള്ള പ്രേക്ഷകർക്ക്. അപ്പൊ സുജയ മേഡത്തിന്റെ ഐറ്റം എന്താണ്? എന്റെ ഐറ്റം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ് ആ ഐറ്റം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.